നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സൂര്യ, മനസ്സ് വിഷമിപ്പിക്കരുത്. എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാവും. സൂര്യ, ഞങ്ങൾ പുറത്തുണ്ടാവും. അങ്കിള് അഡ്വക്കേറ്റുമായിട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞത് കേട്ടല്ലോ, ഒരു ടെൻഷനും വേണ്ട. വരട്ടെ മോളെ, വാ. വെറുതെ എസ്ഐയുടെ സ്വഭാവം മാറ്റാൻ നിൽക്കണ്ട. ശരി സൂര്യ. എന്നാലും സൂര്യ അറിയാതെ എങ്ങനെയാ മോളെ അക്കൗണ്ടിൽ കിടക്കുന്ന അത്രയും കാശ് പോകുന്നത്? അതും 10 കോടി രൂപ. സൂര്യ ആരോ കരുതി കൂട്ടി ചതിച്ചതാണ് സേതുട്ടാ. എന്നിട്ടാ ഇങ്ങനെ ഒരു കേസും കൊടുത്തിരിക്കുന്നത്. മോളെ എന്തായാലും എസ് ഐ അജിത് സാറിനെ വിളിച്ച് കാര്യം പറ. നമ്മളെ അറിയാവുന്ന ഒരാളാണല്ലോ അജിത് സാറ്. അത് ശരിയേട്ടാ, ഞാനത് മറന്നുപോയതാ. ഇപ്പൊ വിളിക്കാം. എന്താ ഭാവന? സർ, ഞാൻ ചോലക്കര പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിക്കുന്നത്. അതെന്താ ഭാവന, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഉണ്ട് സർ. സൂര്യയും ഇവിടുത്തെ എസ് ഐ അറസ്റ്റ് ചെയ്തിരിക്കുക. അതെന്തിനാ? എനിക്കറിയില്ല സർ, എന്താ വേണ്ടെന്ന് എനിക്കറിയില്ല. ഭാവന വിഷമിക്കാതെ, ഞാനിപ്പോ വീട്ടിലുള്ളത്. ഇന്ന് ലീവാ. ഞാൻ എന്തായാലും ഉടനെ അങ്ങോട്ട് വരാം. നിങ്ങൾ അവിടെ തന്നെ നിൽക്ക്. സാറെന്താ പറഞ്ഞേ? സാർ ഇപ്പൊ വരാന്ന് പറഞ്ഞു. ഇനിയിപ്പോ 2 ദിവസം കോടതി അവധിയാണല്ലോ. എന്തായാലും ഞങ്ങൾ എസ് ഐ ഒന്ന് കാണാൻ നോക്കാം. എന്താ പറയണെന്നറിയാലോ. ആ എസ് ഐ ഭയങ്കര റഫായിട്ടാ ബിഹേവ് ചെയ്യുന്നത്. സൂര്യ കാണാൻ പറ്റില്ലെന്ന് അയാൾ പറഞ്ഞത്. സോഷ്യൽ മീഡിയ അറിയിക്കുമെന്ന് പറഞ്ഞപ്പോഴാ കാണാൻ അനുവദിച്ചത്. എന്തായാലും ഞങ്ങളൊന്നും നോക്കട്ടെ മോളെ. വാ സാർ, വാ. സാർ, യെസ്, ഞാൻ സൂര്യയുടെ അച്ഛനാ. ഇരിക്കണം. സർ, സൂര്യയുടെ ജാമ്യത്തിന് വേണ്ടിയാ വന്നത്. സോറി സർ, സൂര്യക്ക് കോടതിയിൽ നിന്ന് ജാമ്യം എടുക്കാൻ പറ്റൂ. ഞങ്ങൾ FIR ഇട്ട് കഴിഞ്ഞു. അതെന്താ സാർ, സ്റ്റേഷൻ ജാമ്യം കിട്ടില്ലേ? സോറി സർ, ഉന്നതങ്ങളിൽ പിടിയുള്ള ആളാണ് സൂര്യ എന്ന് വ്യക്തമായി ബോധ്യപ്പെട്ടതുകൊണ്ട് ജാമ്യം കിട്ടില്ല സർ. ഇനി തിങ്കളാഴ്ച കോടതിയിൽ നിന്ന് ജാമ്യം എടുക്കാൻ പറ്റൂ. കേസ് കൊടുത്തിരിക്കുന്ന വ്യക്തിയും അത്ര നിസ്സാരക്കാരനല്ല. എല്ലാ പഴുതുകളും അടച്ചാണ് കേസ് കൊടുത്തിരിക്കുന്നത്. സാർ, അതിൽ പറഞ്ഞിരിക്കുന്നൊന്നും സത്യമല്ല സാർ. സൂര്യ ഒരിക്കലും സുജിത് മേനോനെ ചീറ്റ് ചെയ്തിട്ടില്ല. ഇതൊന്നും എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല സർ. ഞാൻ എന്റെ ഡ്യൂട്ടിയാണ് ചെയ്യുന്നത്. നിങ്ങൾ പുറത്തേക്ക് പോകണം. സൂര്യ അറസ്റ്റിലായതുകൊണ്ട് ഈ കേസ് നമ്മൾ വിചാരിക്കുന്നിടത്ത് ഒന്നും നിൽക്കില്ല അച്ഛാ. ഓ, നീ ഇങ്ങനെ പേടിപ്പിക്കില്ലേ മോളെ. ഞാനൊരല്പം ധൈര്യമൊക്കെ സംഭരിച്ചു വരികയായിരുന്നു. അച്ഛാ, ഈ വീട്ടിൽ നിന്നാണ് OTP ചോർന്നതെന്ന് ബാങ്ക് മാനേജർ അന്ന് തന്നെ സൂര്യയോട് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും നമ്മളെയൊന്നും സൂര്യയോ ഭാവനയോ അങ്കിളോ സംശയിച്ചിട്ടില്ല. ഇങ്ങനെ പോവുകയാണെങ്കിൽ നമുക്ക് നേരെയും ഒരു ചോദ്യം ചെയ്യൽ ഏത് നിമിഷവും വരാം. ഇതുകൊണ്ടാ ഞാൻ അന്ന് പറഞ്ഞ് നമുക്ക് തിരിച്ചു പോകാന്ന്. എന്റെ അമ്മേ, വെറുതെ മണ്ടത്തിലൊന്നും പറയാതെ. ഇപ്പൊ നമ്മളെ തിരിച്ചു പോകാൻ നിന്നാ ഉറപ്പായിട്ട് നമ്മളെ തന്നെ സംശയിക്കും.
അന്ന് എന്റെ കല്യാണം മുടങ്ങിയിട്ട് നമ്മൾ പോയിട്ടില്ല. അന്നായിരുന്നെങ്കിൽ പറയാൻ ഒരു കാരണം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് എന്ത് കാരണം പറയും? അല്ല അത് നേരാ. ഇനിയിപ്പോ എന്ത് ചെയ്യും മോളെ? തൽക്കാലം സാധാരണ പോലെ തന്നെ നമ്മൾ പെരുമാറും. പക്ഷേ നമ്മളെങ്ങാനും പിടിക്കപ്പെട്ടാലോ മോളെ? അങ്ങനെ പിടിക്കപ്പെട്ട അച്ഛൻ പേടിക്കണ്ട. അച്ഛനെ ഒരിക്കലും ഞാൻ വിട്ടുകൊടുക്കില്ല. ഞാൻ ചെയ്തതിനൊക്കെയുള്ള ശിക്ഷ ഞാൻ തന്നെ അനുഭവിച്ചോളാം. വിദേശത്തെ ജയിലിന് പകരം ഇവിടുത്തെ ജയിലില് ഞാൻ കഴിയും. നീ കരുനാക്കൊണ്ടൊന്നും പറയല്ലേ മോളെ. അല്ലാതെ പിന്നെ ഞാൻ എന്താ വേണ്ടതമ്മേ? എത്ര പറഞ്ഞാലും നിങ്ങളുടെ മനസ്സിൽ കയറില്ലല്ലോ. എന്നാ ശരി, ഇനി മോള് പറയുന്നതിനപ്പുറം ഞങ്ങൾക്കൊന്നുമില്ല. എന്താ? ആ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൊള്ളാം. പിന്നെ എന്ത് വന്നാലും നിലത്തുകൂടിയല്ലേ വരൂ. സൂര്യക്ക് ജാമ്യം കിട്ടുമോ മോളെ? അറിയില്ല അച്ഛാ. ഭാവനയും അങ്കിളും ഒക്കെ പോയിരിക്കല്ലേ. അവര് വരട്ടെ. മോളും കൂടെ ഒന്ന് പോണ്ടതായിരുന്നു. അപ്പൊ ഒട്ടും സംശയിക്കില്ലായിരുന്നു. ആന്റിക്ക് സുഖമില്ലാത്തതല്ല അച്ഛാ. ആരെങ്കിലും ഒരാള് ആന്റിയുടെ അടുത്ത് വേണം. ഒന്നാമതേ ഇപ്പൊ ആന്റി നല്ല ടെൻഷനില്ല. എന്നാലൊന്ന് ഭാവനെങ്കിലും വിളിച്ച് ചോദിക്കും മോളെ. നോക്കട്ടെ അമ്മേ. അങ്കിളെങ്കിലും ആന്റിയെ വിളിക്കാതിരിക്കില്ല. ഇത് ഭാവന പറഞ്ഞതുപോലെ അയാൾ കരുതി കൂട്ടി തന്നെ ചെയ്തതാ. അതിനൊക്കെ എന്തെങ്കിലും ഒരു കാരണം വേണ്ടേ? ഇതെന്താ വെള്ളരിക്കപ്പെടണോ? നമുക്കിതൊക്കെ പറയാനേ പറ്റൂ സേതുട്ടാ. സൂര്യയുടെ അക്കൗണ്ടിൽ കിടന്ന 10 കോടി രൂപയാ സൂര്യ അറിയാതെ നഷ്ടപ്പെട്ടിരിക്കുന്നത്. അത്രയ്ക്കുള്ള സെക്യൂരിറ്റിയെ നമ്മുടെ നാടിനുള്ളൂ. അത് ഇതെല്ലാം വേണോന്ന് വെച്ച് പ്ലാൻ ചെയ്തതുപോലെ എനിക്ക് തോന്നുന്നേ. അങ്കിളെ, എന്തായാലും അജിത് സാറും കൂടി ഒന്ന് വരട്ടെ, നമുക്ക് നോക്കാം. സാറ് ആ ഭവന, സാർ, സൂര്യക്കെതിരെ കേസ് കൊടുത്ത ആളുടെ പേരെന്താന്നാ പറഞ്ഞേ? സുജിത് മേനോൻ. അയാൾക്ക് വിദേശത്തും നാട്ടിലും ഒക്കെ ബിസിനസ് ഉണ്ട് സാർ. സൂര്യ പോലൊരാളൊക്കെ ഇയാളെ പോലുള്ളവരോട് എന്തിനാ പാർട്ണർഷിപ്പിനൊക്കെ പോകുന്നേ? എന്റെ വൈഫിന്റെ ഫ്രണ്ടാ ഈ സുജിത് മേനോനെ എന്റെ വൈഫിന് പരിചയപ്പെടുത്തി കൊടുക്കുന്നേ. അങ്ങനെയാ സൂര്യയോടൊപ്പം ഈ പ്രൊജക്റ്റിൽ അയാളെ പാർട്ണറാക്കിയത്. ഭാവന പറഞ്ഞത് വെച്ച് നോക്കുമ്പോ ഇത് ഒരു തരം ട്രാപ്പ് ആവാനാ സാധ്യത. അല്ലാതെ എഗ്രിമെന്റ് ഡേറ്റ് മാറിയപ്പോതിന് ആരെങ്കിലും ചീറ്റിംഗ് കേസ് കൊടുക്കൂ? അതെ സാർ, ഞാനും അത് ചിന്തിച്ചതാ. പ്രൊജക്ട് നടക്കാതെ വന്നെങ്കിൽ ഓക്കെ, പക്ഷെ ഇത് അങ്ങനെയല്ലല്ലോ. എന്നാലും ഞാൻ SI ഒന്ന് കാണട്ടെ. അയാളെ പറ്റി കേട്ടിട്ടുണ്ട്, പരിചയമില്ല. സാർ, എങ്ങനെയെങ്കിലും ഒന്ന് സഹായിക്കണം. നിങ്ങളിവിടെ നിൽക്കും.